ഒരുമിച്ച് കർത്താവിനെ സന്തോഷത്തോടെ ആരാധിക്കാമല്ലോ. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ശ്രീ യേശു നാമം അതിശയനാമം, അതേഴെ ഇരിക്കുമ്പോൾ നാമം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സന്തോഷത്തോടെ കരങ്ങളെ അടിച്ച് കർത്താവ് നന്ദി പറയാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അതിശയനാം ഏഴേനിക്കുമ്പ നാമം
name of Jesus. Hallelujah. Hallelujah. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവരും നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. Amen. Amen. We believe it, Lord. ആമേൻ. വിഷമങ്ങളാൽ ഭാരപ്പെടുമ്പോൾ പറയാമോ, എന്റെ ദൈവം എനിക്ക് സാധ്യമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അബ്രഹാമിനോട് പറയുന്ന, അബ്രഹാമേ, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? വാഗ്ദത്തങ്ങൾ ലഭിച്ചവരോട് ചോദിക്കട്ടെ, ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഏറ്റു പറയാം, അസാധ്യതയെ സാധ്യമാക്കുന്നവരും എന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ലോകം മാറിയാലും ആരെല്ലാം മാറിപ്പോയാലും കൂടെയുള്ളവൻ അവൻ സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഭാവിയെക്കുറിച്ച് ആശങ്കയോടെ ജീവിതത്തിലായിരിക്കുന്ന ഇന്ന് രാവിലെ വിശ്വാസം പറയാം, അസാധ്യതകളെ സാധ്യമാക്കുന്ന ഒരുവൻ കൂടെയുണ്ട്. പിതാവേ, ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, അവൻ ആയുധങ്ങൾ വീണാലും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരുവനുണ്ട്. വീഴാതെ വേണം ഞങ്ങളെ കാക്കുന്ന ഒരു ദൈവമാ. ഹല്ലേലൂയ. വീഴാതെ വേണം ഞങ്ങളെ സൂക്ഷിച്ചതിന് മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ കഴിവുള്ളവരും നമുക്ക് വേണ്ടിയുള്ളല്ലോ. ഹല്ലേലൂയ. കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെ സംഭവിക്കുമെന്ന് ഭാരപ്പെടുന്ന വിഷയങ്ങളുമായി ഇന്ന് രാവിലെ ആലയത്തിൽ വന്നിട്ടുള്ളതിന്റെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഒന്നല്ലെങ്കിൽ മറ്റു വിഷയത്തിന് മുമ്പിൽ ഞങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റുപറയുന്നു, അസാധ്യതയെ സാധ്യമാക്കുന്ന ഒരു ദൈവമാണ്. വിശ്വാസത്തോടെ പറയേണ്ട, ദൈവമേ, നീ അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവമാ. ഒന്നേറ്റു പറയാമോ, എനിക്ക് അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്നവൻ. ഏറ്റു പറയാം, എൻ്റെ അസാധ്യതകളെ സാധ്യമാക്കുന്നവൻ. വിശ്വാസം പറയാം, എൻ്റെ അസാധ്യതകളെ സാധ്യമാക്കുന്നവൻ. അവൻ എൻ്റെ ഭവനത്തിലുണ്ട്, എന്നോടുകൂടെയുണ്ട്, എൻ്റെ സഭയിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ പാദപീഠത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിപ്പാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. തീച്ചൂടെ നടുവിലും നല്ല ജനത്തെ രക്ഷിപ്പാൻ കഴിയുന്ന ദൈവം, സിംഹത്തിന്റെ വായിൽ നിന്ന് വിടുവിപ്പാൻ കഴിവുള്ളൊരു ദൈവം. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, എത്ര വലിയ വിഷയമാണെങ്കിലും ആമേൻ, അതിനെ വിടുവിപ്പാൻ കഴിവുള്ള ദൈവമാണ് ഞങ്ങളുടെ ദൈവം. ഹല്ലേലൂയ. വിഴുങ്ങിക്കളയാൻ നിൽക്കുന്ന ഏത് വലിയ ശക്തിയാണെങ്കിലും അവന്റെ വായിൽ വിട്ടുകൊടുക്കാതെ വണ്ണം തന്നെ ജനത്തെ വിടുവിക്കുന്ന ദൈവത്തിന്റെ കരത്തിനാൽ വിശ്വാസത്തോടെ ഏറ്റു പറയുന്നു. ആരെ വിഴുകണമെന്ന് വിചാരിച്ചുകൊണ്ട് ശത്രുവായ പിശാച് സിംഹം പോലെ ഞങ്ങൾക്കെതിരെ കടന്നു വരുമ്പോൾ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ശക്തിയെ ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തൻ ബലം എന്നേക്കും യഹോവയ്ക്കുള്ളതാകയാൽ സ്തോത്രം. പാടുവാൻ ആരാധിപ്പാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ മുമ്പിൽ അർപ്പിക്കപ്പെട്ട സ്തോത്ര വഴിപാടിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള ദൈവജന ശുശ്രൂഷ അനുഗ്രഹമാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ദൈവത്തിന് വീണ്ടും ഇരിക്കാമല്ലോ. നമ്മൾ പാടിയതുപോലെ ആമേൻ, അസാധ്യതകളെ സാധ്യമാക്കുന്നൊരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ടല്ലോ. ഒന്ന് വിശ്വാസത്തോടെ പറയാം, എൻ്റെ അസാധ്യതകളെ ദൈവം എന്ത് ചെയ്യുന്നു? സാധ്യമാക്കുന്ന ദൈവമാണ്. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മയത്തിന് നമുക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രിയ മോൻസി ആയിരിക്കുന്ന ഇടങ്ങളിൽ തൻ്റെയും തൻ്റെ ടീമിനെയും തന്നെ ആഫ്രിക്കയിലേക്ക് കടന്നു പോയിരിക്കുന്നല്ലോ. തൻ്റെ ടീമിനെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി സൗഖ്യത്തോടെ മടക്കി വരുത്തേണ്ടതിനായി പ്രാർത്ഥനയിൽ പ്രിയ മോൻസിയെ ഓർക്കുക. ഓർപ്പിച്ചതുപോലെ നമ്മുടെ പ്രിയ ഡേസിയുടെ സർജറി അടുത്ത തിങ്കളാഴ്ച 30-ാം തീയതി സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ ദാസിക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുക. ഹോസ്പിറ്റലായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുക. ഇന്ന് രാവിലെ യാത്രകളായിരിക്കുന്ന ICPനുള്ള ബന്ധത്തിലും അല്ലാതെയും യാത്രയിലായിരിക്കുന്ന എല്ലാവരെയും ഓർക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശേഷിച്ച് കർത്തദാസന്മാരെല്ലാവരെയും കൂടെ വന്ദനം ചെയ്യുന്നു. നമ്മുടെ നാടിൽ നമ്മുടെ ദേവദാസന്മാരുള്ള നമുക്കൊരു അനുഗ്രഹമാണല്ലോ. ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വേലയിലായിരുന്ന ദേവദാസന്മാരെ ഓർത്ത് സന്തോഷത്തോടെ ഞാനും കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. രാവിലെ കർത്താവിൻ്റെ ദാസൻ പ്രിയ ജാണ്ടി പാസ്റ്റർ പറഞ്ഞതുപോലെ പ്രസംഗിക്കുന്നവർക്കാണെങ്കിലും ക്ഷീണവും പ്രയാസവും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ കൃപയാൽ നിർത്തിയ ദൈവത്തിൻ്റെ വിശ്വസതയ്ക്കായി ഞാൻ ദൈവത്തിന് നമ്മളാകുന്നത് എന്ന് പറയാം. നമ്മളാകുന്നത് ഒന്നും പറഞ്ഞാൽ നമ്മളാകുന്നത് ആമേൻ കൃപയാലാകുന്നു. ആമേൻ. ദൈവത്തിന് നമ്മോടുള്ള അതേ
ദീർഘമാക്കി. ദൈവം തീർത്ത കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സ്റ്റാൻലി ഓർത്ത് സ്തോത്രം. കഴിഞ്ഞ ഞായറാഴ്ച അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം പ്രിയപ്പതിലൂടെ ദൈവം നമുക്ക് നൽകിയല്ലോ. ഞാനത് ഓർത്ത് നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മോശയുടെ ഒറ്റ പ്രാർത്ഥനയാണ്, കർത്താവേ നിൻ്റെ സാന്നിധ്യം എന്നോട് പോരണം, നിൻ്റെ തേജസ് എന്നെ എന്ത് ചെയ്യണമേ, കാണിക്കണമേ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവദേശം കണ്ട ജനത്തിന് പിന്മാറാൻ പറ്റത്തില്ല കേട്ടോ. ആമേൻ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ദൈവത്തിൻ്റെ തേജസ് കണ്ടവർക്ക് പിന്മാറാൻ പറ്റില്ല. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ശക്തമായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കാലഘട്ടത്തെ വിവേചിക്കുവാൻ നമുക്കിടയായിത്തീരണം. കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ ആകാശത്തെ വിഭജിക്കാൻ നിങ്ങൾക്കറിയാം അല്ലേ? ആമേൻ. മേഘങ്ങൾ, കാർമേഘങ്ങൾ വരുമ്പോൾ നിങ്ങൾ പറയും എന്തുവാ, മഴ പെയ്യാൻ പോകുകയെന്ന്. സ്തോത്രം. ആമേൻ. ഉഷ്ണക്കാറ്റടിക്കുമ്പോൾ നിങ്ങൾ പറയും ഭയങ്കര ഉഷ്ണം വരാൻ പോവുക. അങ്ങനെയാണ് ഈ ദിവസങ്ങളിൽ ഇതെല്ലാം അറിയാമെങ്കിലും നമുക്ക് കാലങ്ങളെ വിഭജിക്കാൻ മാത്രം അറിഞ്ഞുകൂടാ. അങ്ങനെ ആകാതെ നമ്മൾ കാലങ്ങളെ വിഭജിക്കുവാൻ കർത്താവ് നമ്മെ അധികമായി സഹായിക്കട്ടെ. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് ആമേൻ എനിക്ക് തന്ന ഒരു സന്ദേശം കർത്താവിൻ്റെ മടങ്ങിയൊരു എന്നുള്ള വിഷയമായിരുന്നു. ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ദൈവാത്മാവിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചാണ്. ഇന്ന് കഴിഞ്ഞ 5 ദിവസങ്ങളിലും നിങ്ങൾ കേട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കേൾക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചൊന്ന് പോയി അനൗൺസ്മെൻറ്റിൽ ആ വചനം കേൾക്കാനൊക്കെ ഇടയായിത്തീരണം. ആമേൻ. ഇന്ന് രാവിലെയും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് എബ്രായ ലേഖനം, ഹീബ്രു ചാപ്റ്റർ 9. വളരെ പരിചിതമായൊരു വേദവാക്യമാണ് വായിക്കുന്നത്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 26 മുതൽ വാക്യങ്ങൾ ദയവായി വായിക്കാം. ഹീബ്രു ചാപ്റ്റർ 9 verse 26 onwards. അതാണോ? അല്ലല്ലോ. Yes. Amen. വായിച്ചേട്ടെ. Yes. Amen. ആ വാക്യം ശ്രദ്ധിച്ചോ? അവസാനത്തെ വാക്യത്തിൽ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷമാകും. Amen. എനിക്കറിയാം ഈ വചനമൊക്കെ കർത്താവിൻ്റെ ദാസൻ കോശി വൈദ്യസാറിനെ കൊടുത്താൽ മണിക്കൂറുകൾ സംസാരിക്കും. എന്നാൽ സ്തോത്രം, എനിക്ക് ലഭിച്ചതായ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വചനം നമുക്ക് എപ്പോഴും ചൈതന്യം നൽകുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ആമേൻ. 2 പ്രത്യക്ഷതയെക്കുറിച്ച് ഇവിടെ നാം വായിച്ചല്ലോ. ഒന്ന്, ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ അവൻ ആരായി? പ്രത്യക്ഷനായി അല്ലേ? Yes. ആമേൻ. ആ പ്രത്യക്ഷതയിൽ നമുക്ക് ലഭിച്ച ഭാഗ്യ പദവിയാണ് നമ്മുടെ പാപത്തിന്റെ പരിഹാരം. ആമേൻ. ആ പാപപരിഹാരം ലഭിച്ചവരൊക്കെ ഒന്ന് കരം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താണ്ട് ആ കരം ഒന്ന് കാണട്ടെ. കരമാണ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ആ പ്രത്യക്ഷത എന്ന് പറയുന്നത് താൻ ദാസരൂപം എടുത്ത് പ്രത്യക്ഷനായതാണ്. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയവനാണ്. സ്തോത്രം. ആ പ്രത്യക്ഷതയിലൂടെ ആമേൻ പാപപരിഹാരം ലഭിച്ച ദൈവജനത്തിന് വേണ്ടിയുള്ള അടുത്ത പ്രത്യാശ വീണ്ടും അവൻ പ്രത്യക്ഷനാകാൻ പോവാ. ആമേൻ. നിങ്ങളൊരു സന്തോഷമൊന്നും കണ്ടില്ലല്ലോ. ഹല്ലേലൂയ. ആമേൻ. അവൻ വീണ്ടും പ്രത്യക്ഷനാകാൻ പോകുക. അവർ വായിച്ചത് ഇങ്ങനെയാണ്, തനിക്കായി, ആർക്ക് വേണ്ടി? തനിക്കായി, ആ വാക്കെന്ന് പറയാം, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷമാകും. സ്തോത്രം. ആമേൻ. നിങ്ങളറിയാമോ, ഈ കാലഘട്ടത്തിൽ
ലോകത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയുന്ന യുദ്ധമല്ല, അതിനപ്പുറത്തായിട്ടൊരു സംഭവം നടക്കുന്നുണ്ട്. അനേക രാജ്യങ്ങളെ ദൈവം ഉണർത്തിക്കൊണ്ടിരിക്കുക. സ്തോത്രം. Yes. Yes. Amen. Amen. ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് ദൈവസഭ വരികയാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. I സ്തോത്രം. believe that God is leading things to a finishing point. അല്ലേ? Amen. ഒരു വീടിന്റെ പണി തീരാറായി മിക്കവാറും എല്ലാം തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇട്ടുകൊണ്ട് കിടക്കത്തില്ല, വേഗത്തില പണി തീർക്കാനാണ് നാം ശ്രമിക്കുന്നത്. When a house is coming to its culmination, we don't just leave the house around, but we finish it very quickly to its finishing point. ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. UT ഡാളസിൽ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു യവനക്കാരനായ ഒരു ചെറുപ്പക്കാരൻ, 22 വയസ്സുള്ള യവനക്കാരൻ, അവന് നോർത്ത് ഇന്ത്യയിൽ ജനിച്ചു വളർന്നവന് ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ടവനാണ്. അവരുടെ കുടുംബം മുഴുവനും വിഗ്രഹാരാധികളാണ്. There was a recent instance where there was a young man of 22 years of age who comes from a Hindu background. Yes. His parents are all idol worshippers. അവന്റെ കോളേജിൽ അവൻ പാർക്കുമ്പോൾ അവൻ താമസിക്കുന്നിടത്ത് ക്രൂശീകരിക്കപ്പെട്ട കർത്താവിന് പ്രത്യക്ഷനായി. And when he was living in his dorm room, all of a sudden there was a crucified Christ that came to him in a vision. ഇത് ഇറാനിൽ സംഭവിച്ച കാര്യമല്ല, ഈ ഡാളസ് സംഭവിക്കുന്ന കാര്യമാണ്. This is not something that happened in Iran. This is something that happened in Dallas. അവൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ല. He never heard about Jesus. അവന്റെ കൂട്ടുകാരൻ ചോദിച്ചു, ഇങ്ങനെ ആൾ ആരാണ്? സ്തോത്രം. And he asked his friend, who is this person that I saw? അവനൊരു ക്രിസ്ത്യാനി, അവൻ പറഞ്ഞു അത് യേശു കർത്താവാണെന്ന് പറഞ്ഞു. And his roommate who was a Christian, he said that is Jesus Christ. നമുക്ക് ശ്രദ്ധിക്കണം, അവൻ യേശുവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് യേശുവിനെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞു. സ്തോത്രം. And whenever he understood that this person that he saw was Jesus Christ, his desire was to know this person Jesus Christ. യേശുവിനെ എങ്ങനെ എനിക്ക് അറിയാൻ പറ്റും? How can I know Jesus? അവനോട് ആരോ പറഞ്ഞു കൊടുത്തു. സ്തോത്രം. എൻ്റെ ഇളയ മകൻ പാസ്റ്റർ ലിബിൻ ഉണ്ടല്ലോ, ആ ഒരു ഇന്ത്യക്കാരനൊരു പാസ്റ്റർ ബെൻട്രിയിലുണ്ട്, അദ്ദേഹത്തെ എടുക്കി ചെന്നെന്ന് പറഞ്ഞു. His friend, he said there's an Indian pastor that I know about in Bentry Bible Church, you go there. ആമേൻ. കഴിഞ്ഞ ഒരു മാസമായി അവൻ ആ ചർച്ചിൽ ദൈവത്തെ ആരാധിപ്പാനായി കടന്നു വന്നു. And for the last 1 month he was attending church services there. അവൻ കണ്ണുനീരോടെ അവൻ ദൈവവചനം കേട്ടപ്പോൾ മുൻപിൽ വന്ന് സമർപ്പിച്ചു പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. And when he heard the word of God, with tears he came to the front and he said, I want to be baptized. കഴിഞ്ഞ മുമ്പത്തെ ഞായറാഴ്ച അവൻ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ ഇടയായി തീർന്നു. And this past week he was able to testify his testimony before the Lord's people. പറഞ്ഞതിന്റെ പകരം യേശുവിനെ കുറിച്ച് അറിയാത്തവർക്കും യേശുവിന്റെ വെളിപ്പാട് ഉണ്ടായിരിക്കുന്ന കാലമാണിത്. സ്തോത്രം. This is the time when those who have never heard about Jesus are having a revelation of Jesus. അവന്റെ കുടുംബത്തിൽ യേശുവിനെ കുറിച്ച് അവന് പറയാൻ പറ്റില്ല. He is not able to tell his family members at home about Jesus. ക്രിസ്ത്യാനിയാണെന്ന് ആരോടും പറയാൻ പറ്റില്ല. He cannot share it openly to anybody that he is a Christian now. ഞാൻ വിശ്വസിക്കുന്നതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന പ്രവൃത്തി തന്റെ വെളിച്ചം തന്റെ പ്രവൃത്തിയാണ് വേഗത്തിൽ തീർത്തുകൊണ്ടിരിക്കുക. And I believe that this is God quickly finishing his work. നമ്മൾ പാടിയല്ലോ ശ്രീയേശു നാമം അതിശയ നാമം. എനിക്കെന്താ ഒന്ന് പറഞ്ഞു, എനിക്ക് ബോറിംഗ് ആയ നാമമല്ല. ഒന്ന് പറഞ്ഞു, എനിക്ക് ആ നാമങ്ങൾക്ക് ബോറിംഗ് എല്ലാം ഉണ്ടാകണ്ടേ. എനിക്ക് ഇമ്പനാമമാ. യേശുവിന്റെ നാമം സ്നേഹം നൽകുന്ന നാമമാ, സന്തോഷം നൽകുന്ന നാമം. അങ്ങനെയാണെങ്കിൽ അവൻ മടങ്ങിയ ഒരു എത്ര വലിയ സന്തോഷമായിരിക്കും നമുക്ക്. ഹല്ലേലൂയ. Just as we sang earlier, the name of Jesus is not a boring name, but it's a high and lifted and an exalted name. It is a name that is filled with love. ആമേൻ. നീതിയോടെ രാജ്യഭരണം ഏറ്റെടുക്കാൻ വരുന്നൊരു നാമം യേശുക്രിസ്തുവിന്റെ നാമമാണ്. അതിനുവേണ്ടി ഒരുങ്ങുവാൻ നാം തയ്യാറാകണം. There is a name that is about to rule as a righteous ruler over all of the cosmos. That is the name of Jesus. ഈ ലോകത്തിൽ നമ്മളെ കുറിച്ച് പറയുന്നത് വേറെ ക്രിസ്ത്യാനിയെന്നോ അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരെന്നോ അല്ല പറയുന്നത്, കാത്തിരിക്കുന്നവരെന്നാ. What the world denotes about Christians is not just that we are Pentecostals or that we belong to one group or another, but we are a group that is eagerly awaiting. ഞാൻ കാത്തിരിക്കുന്ന വ്യക്തിയാ. ആമേൻ. I am a person that is eagerly awaiting. ഞാൻ കാത്തിരിക്കുന്ന വ്യക്തിയാ. I'm a person that is eagerly awaiting. ഞാൻ കാത്തിരിക്കുന്നത്. What am I eagerly awaiting for? എനിക്ക് വേണ്ടി ജീവൻ കൊടുത്ത് സ്തോത്രം സ്വർഗ്ഗോന്നതങ്ങളിൽ കടന്നുപോയാൽ മാത്രമല്ല, എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നവൻ എത്രയും വേഗം മടങ്ങി വരുവാൻ പോകുകയാണ്. I believe that there is a mediator who will come and for me. Hallelujah. ആമേൻ. സ്തോത്രം. ഇപ്പോൾ നമ്മെ വിശ്വാസത്താൽ കാണുന്നു. By faith we are seeing. നമ്മൾ വിശ്വാസത്താൽ കാണുകയായി പോകും. By faith we are seeing now. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, മുഖാമുഖമായി അവനെ കാണുന്ന ഒരു ദിവസമുണ്ട്. But I believe very surely that there will be a day where I see him face to face. മുഖാമുഖമായി നമ്മെ കാണുന്ന ഒരു ദിവസമുണ്ട്. There's a day where I will see him face to face. ആമേൻ. ക്ഷമയോടെ ദൈവത്തെ നാം കാത്തിരിക്കുന്നവരാണ്. സ്തോത്രം. We must be people who wait eagerly in his presence. കഴിഞ്ഞ 5 ദിവസങ്ങളിലും
നമ്മൾ എങ്ങനെയുള്ളവരാണെന്നെ കുറിച്ച് ചെറിയൊരു സന്ദേശം 5 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ പറയട്ടെ. ഒന്നാമത്തെ കാര്യം, നാം കാണാത്തതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നവർ. We are people who are waiting eagerly for the things we cannot see. രണ്ടാമത്, മേഘത്തിൽ പ്രത്യക്ഷനാകുവാൻ പോകുന്ന യേശുവിനെ നാം നോക്കിയിരിക്കുന്നവരാണ്. സ്തോത്രം. And secondly, we are people who are looking expectantly towards Christ who will appear in midair. ആമേൻ. മൂന്നാമത് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മനസ്സ്, ആമേൻ, ഹൃദയവും മനസ്സും ക്രിസ്തുവിൽ ഏകാഗ്രതയോടെ കർത്താവിനെ കാത്തിരിക്കുന്നവരാണ്. And we are people who are preparing our heart and our mind for the second coming. ആമേൻ. സ്തോത്രം. പ്രവാചക പുസ്തകം വായിക്കുക. ഇതാ അവൻ ബലശാലിയായി വരുന്നു, കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. ഹല്ലേലൂയ. And we hear from the words of the prophet that he has a winnowing fork in his hand. ആമേൻ. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തന്റെ കാന്തയും തന്നെ തന്നെ ഒരുക്കി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. We are waiting expectantly for the coming bridegroom, and the bride is readying herself. രാവിലെ വിശ്വാസമുണ്ടോ? കുഞ്ഞാടിന്റെ കല്യാണം ഇതാ വരുന്ന, തന്റെ കാന്തയും തന്നെ തന്നെ ഒരുക്കി കാത്തിരിക്കുന്നു. Do we have that expectation that there's a coming wedding feast and the bridegroom is coming soon? Amen. And are we as the bride readying ourselves for that wedding feast? ആമേൻ. രാവിലെ ആലയത്തിലേക്ക് വരാനായിട്ട് നമ്മൾ ഒരുങ്ങി വന്നവരല്ലേ? We are people who got ready to come before the Lord in his sanctuary. വീട്ടിലായിരിക്കുമ്പോൾ നമ്മൾ സാധാരണമായ ആമേൻ വീട്ടിൽ ഭരിക്കുന്ന വസ്ത്രമൊക്കെ ധരിച്ചാൽ നമ്മൾ ഭവനത്തിലായിരിക്കും. ഇങ്ങനെയൊന്നും സൂട്ടും കോട്ടും ഒന്നും ഇട്ടുകൊണ്ട് ആരും വീട്ടിലിരിക്കത്തില്ല. We're not dressed like this in our homes, in our natural homes. ആലയത്തിലേക്ക്, listen to me, ആലയത്തിലേക്ക് വരാൻ നമുക്ക് ഒരുക്കം ആവശ്യമാണെങ്കിൽ, സ്തോത്രം. But if you need to be ready yourself to come before the church, അവൻ വിശുദ്ധ സ്ഥലത്തേക്ക് വരാൻ നമുക്ക് ഒരുക്കം ആവശ്യമാണെങ്കിൽ, ഹല്ലേലൂയ, if it is necessary for you to physically address yourself for the assembly, തേജോമനായ ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ നമുക്ക് എന്തുമാത്രം ഒരുക്കം ആവശ്യമാണ്. സ്തോത്രം. how much more readying is necessary when we appear before the bridegroom. ആമേൻ. രാവിലെ കേട്ടതുപോലെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമുക്ക് അന്യോന്യം ഒരുങ്ങുവാൻ ഈ ദിവസങ്ങൾ ദൈവം നമ്മെ സഹായിക്കട്ടെ. Just as we heard this morning, let us be readying ourselves in the fullness of the Spirit. ആമേൻ. ഒന്നാമത്തെ തന്റെ വരവ് തന്റെ താഴ്ചയിൽ, ആമേൻ, ഒരു മനുഷ്യവേഷത്തിൽ വന്നവനാണ്. In his first appearance, he came as a lowly servant. എന്നാൽ രണ്ടാമത് വരാൻ പോകുന്ന മനുഷ്യവേഷത്തിലാണ് രാജാവായി വരാൻ പോവുക. But in the second coming, he will come as the King of Kings. ആമേൻ. രാജകിരീടം ധരിച്ചുകൊണ്ട് വരാൻ പോവുകയാണ്. He will come wearing his crown of glory. അവൻ തന്റെ മഹത്വത്തിൽ വെളിപ്പെടുന്ന ദിവസങ്ങളാണ്. ഹല്ലേലൂയ. There will be a day where he will be revealed in all of his glory. Amen. Amen. Hallelujah. Amen. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയട്ടെ. ആമേൻ. വൈറ്റ് ഹൗസിലേക്ക് നിങ്ങൾക്ക് ഒരു ക്ഷണം കിട്ടിയെന്ന് കിട്ടാൻ സാധ്യതയില്ലെങ്കിലും ഒരു ക്ഷണം കിട്ടിയാൽ, just imagine if you were to get an invitation to go to the White House. നിങ്ങളിങ്ങനെ ആലസ്യത്തോട് ലുങ്കിയൊക്കെ എടുത്ത് എങ്ങനെ, would you just wear any ordinary outfit? അല്ല, നമ്മുടെ ഭാഷയെ പറഞ്ഞ ഒരു നൈറ്റി ഒക്കെ ഇട്ടുകൊണ്ട് പോകുമോ? Would you go in your pajamas? പോകുമോ ഇല്ലയോ? നിങ്ങൾ അങ്ങനെ പോകുമെന്ന് തോന്നുന്നില്ല കണ്ടിട്ട്. I don't think you would. അങ്ങനെ പോകത്തില്ലല്ലോ. You would never. എത്ര ഗൗരവത്തോടെ, with great solemnity. എന്ത് ഹൃദയത്തോടെ എന്ത് സംസാരിക്കണം. What you would be contemplating, what should I speak to him? അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ എങ്ങനെ നിൽക്കണം? How should I stand before him? അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ എങ്ങനെ ഇരിക്കണം? How should I sit in his presence? ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ ഏത് നിലയിലാണ് നിൽക്കേണ്ടത്? In what way should I array myself before him? ഇതെല്ലാം ക്രമീകരിച്ചിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ നിൽക്കുന്നെങ്കിൽ, സ്തോത്രം. If after contemplating all of these things you stand ഇന്ന് before രാവിലെ him, ഒരു കാര്യം പറയാം. നമ്മുടെ രാജാവിന് മുമ്പിൽ നിൽക്കാൻ നിങ്ങൾ പ്രാപ്തരാകണമെങ്കിൽ, ഹല്ലേലൂയ, and let me remind you that if you must be ready to stand before the King of Kings, നമ്മുടെ അന്തരാത്മാവിലെ എത്ര ഒരുക്കങ്ങൾ നമുക്ക് ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ. how much ഹല്ലേലൂയ. readying is necessary for our inner man. ആമേൻ. ഇന്നലെ കണ്ട നാളെ കാണാതിരിക്കുന്ന ഒരു പ്രസിഡന്റ് മുമ്പിൽ നിൽക്കാൻ, നിങ്ങൾ ഗൗരവമായ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ, രാജാവിന് മുമ്പിൽ നിൽക്കാൻ എത്രമാത്രം നിങ്ങൾ ഉത്സാഹമുള്ളവരായിരിക്കണം. If you must ready yourself to see a temporary present, how much more readying is necessary to see the King of Kings? പത്രോസ് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വരവ് വരുവാൻ താമസിപ്പിക്കുന്നില്ല. സ്തോത്രം. Just as we read in 2 Peter says like this, Yes. do not think that the coming of the Lord is tarrying. ആമേൻ. നാം ഒന്നുകൂടെ ആമേൻ മാനസാന്തരപ്പെടണമെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം നമ്മോട് ദീർഘക്ഷമ കാണിക്കുകയാകുന്നു. It ഹല്ലേലൂയ. is God exercising his mercy towards us so that we may ready ourselves for his coming. ഈ ദിവസങ്ങൾ ആത്മീയ കാര്യങ്ങൾക്ക് ആമേൻ ഉത്സാഹമുള്ളവരായി നാം മാറണം. സ്തോത്രം. In these coming days we must be zealous for the things of the Lord. ആമേൻ. Amen. കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ ദാസൻ ഷാജിക്കാരുകളുണ്ടല്ലോ, ദൈവദാസൻ വെള്ളിയാഴ്ച വചനം പറഞ്ഞ് ഈ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടി നാം എത്ര ഉത്സാഹമുള്ളവരായിരിക്കുന്നു.
ഇന്ന് കണ്ട് നാളെ കാണാതിരിക്കുന്ന അമേൻ പുഷ്പതുല്യമായ ജീവിതത്തിന് വേണ്ടുന്ന ഉത്സാഹമുള്ളവരായിരിക്കുന്നെങ്കിൽ നിത്യതയിൽ നിത്യയുഗായുങ്ങൾ ദൈവത്തോടുള്ള വാസം ചെയ്യുന്ന മഹത്വകരമായ കാര്യങ്ങൾക്ക് വേണ്ടി നാം എന്തുമാത്രം ഉത്സാഹമുള്ളവരായിരിക്കണം. If we are zealous for this transient life, this life that is here and gone tomorrow, how much more should we be zealous for the things of eternity? Amen. 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 നിത്യതയെക്കുറിച്ച് ദർശനം നാം ഏറ്റെടുക്കണം. Praise the Lord. We must take on a vision of eternity. നമ്മുടെ ഉദാസീനതകൾ മാറണം. ഹല്ലേലൂയ. And our sluggishness must go ഈ away. ദിവസങ്ങൾ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായ ദൈവത്തെ സേവിപ്പാൻ നമുക്കിടയായി തീരണം. We ഹല്ലേലൂയ. must serve the Lord with great spiritual fervor and zeal. Amen. നമ്മൾ ആരാണ്? നാം കാത്തിരിക്കുന്നവരാണ്. Who are we? We are people who are eagerly waiting. Amen. എന്തിനു വേണ്ടി നാം കാത്തിരിക്കുന്നു? And what are we eagerly waiting for? പെട്ടെന്ന് ചില വാക്യങ്ങൾ പറഞ്ഞ് ഞാൻ ഓർപ്പിക്കാൻ പോകുകയാണ്. പെട്ടെന്ന് മുൻപോട്ട് പോകുകയാണ്. Quickly, I want to remind you of certain things. നാം എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? What are we waiting for? പെട്ടെന്ന് വായിക്കണം. ഫിലിപ്പിയരുടെ 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിച്ചാട്ടെ. വേഗം വായിക്കാം. Philippians chapter 3, Verse 20. verse 20. Yes. ആ വാക്യം ശ്രദ്ധിച്ചോ? But our citizenship is in heaven, and from it we await a Savior, the Lord Jesus ഈ Christ. വാക്യങ്ങൾക്ക് ഒത്തിരി അർത്ഥങ്ങളുണ്ടെങ്കിലും ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അവിടെ വായിച്ച വാക്യങ്ങൾ സ്തോത്രം. നമ്മൾ കുശുപതി സാർ പറഞ്ഞ പോലെ അമേരിക്കയിലാണെങ്കിൽ നമ്മളിങ്ങനെ മാറി 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 പോവുക അല്ലേ? പക്ഷെങ്കിൽ ഒരു ദിവസം വരാൻ പോവുക. നമ്മുടെ സിറ്റിസൺഷിപ്പ് എവിടാ? സ്വർഗത്തിലാ. ഉറപ്പുണ്ടോ? നമ്മുടെ പൗരത്വം എവിടെയാ? അവിടെ ഒന്ന് വിശ്വാസം ആ കരം ഒന്ന് പറഞ്ഞ് എന്റെ ദൈവം എന്നോട് പറഞ്ഞു, കർത്താവ് എന്റെ പൗരത്വം സ്വർഗത്തിലാ. Can we lift up our hand and say my citizenship is in heaven? ഈ അമേരിക്കയിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും മുമ്പേ കേട്ടതുപോലെ പരിശോധനകളും കഷ്ടങ്ങളും രോഗങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ നമുക്കുണ്ട്. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാ. ഹല്ലേലൂയ. No matter where we live or where our citizenship, there's toil and strife everywhere you go, but our citizenship is only in heaven. Amen. 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 അല്പകാലത്തേക്കുള്ള മാത്രമുള്ള ജീവിതം. കഴിഞ്ഞ ദിവസം സ്പ്രിംഗ് ബ്രേക്കിൽ ഒരു മലയാളി സഹോദരൻ അവന് വെക്കേഷന് പോയതാണ് കഴിഞ്ഞ ദിവസം. Over this past spring break, there was a Malayali young man who went on a vacation. അവൻ 2 കുഞ്ഞുങ്ങളെ വീട്ടിലിട്ടിട്ടാ പോയത്. He left his 2 children at home and he went. പക്ഷേ പോയ വഴിക്ക് പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് ആൾ മരിച്ചുപോയി. But on his vacation, he had a heart attack and he passed 2 away. കുഞ്ഞുങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളാ. And those 2 kids are very young kids. അമേരിക്കയിലായതുകൊണ്ട് മരണത്തെ മാറ്റാൻ ആർക്കും കഴിഞ്ഞില്ലല്ലോ. Just because you're in America does not mean that you can prevent death. ഏത് സമയത്തും ഏത് കാലഘട്ടത്തെങ്കിലും സ്തോത്രം നമുക്ക് ഒരിക്കൽ മരണവും At any time and in any place, death can happen. എന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. But pay attention to ഈ this. മരണം കൊണ്ട് നമ്മൾ ഭൂമിയിൽ നിന്ന് മാറിപ്പോയാലും Even if we are taken from the face of this world through death, ഒരിക്കലും മാറാത്തൊരു പൗരത്വം സ്വർഗ്ഗത്തിൽ നമുക്ക് കൊടുക്കുന്നത്. there's a citizenship that is everlasting in heaven. ഉറപ്പുണ്ടെങ്കിൽ കർത്താവേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. And if you have that assurance, lift up your hand and give him praise. ആ പൗരത്വം നേടാൻ നമ്മളൊന്നും ചെയ്തില്ല കേട്ടോ. ഹല്ലേലൂയ. We did not do anything to gain that citizenship. ഹല്ലേലൂയ. I didn't do anything to gain that പൗരത്വം citizenship. കിട്ടണമെങ്കിൽ കുറച്ച് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. ഹല്ലേലൂയ. There are certain things that I have to go through to get ഞാൻ citizenship here. വിശ്വാസത്തോടെ അയോഗ്യനായിരുന്ന എന്നെ സ്വർഗീയ പൗരനാക്കി തീർത്ത ദൈവത്തിന്റെ മഹാകരുണയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. But I thank God for his mercy that made me, who is nobody and unworthy, to be a citizen of heaven. ആമേൻ. സ്തോത്രം. ഇന്ന് ഈ രാജ്യത്ത് ഇല്ലീഗലായിട്ടുള്ള ഒത്തിരി ആൾക്കാർ താമസമുണ്ട്. There are many people here living illegally. ഈ രാജ്യത്തിന് വിരോധമായി ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുണ്ട്. സ്തോത്രം. There are people that are speaking and acting against this ഞാൻ nation. പറയട്ടെ, നമ്മൾ ഈ പൗരത്വത്തിന് വിരോധികളായി സംസാരിച്ചവരും പ്രവർത്തിച്ചവരുമായിരുന്നു. സ്തോത്രം. And we were people who spoke against the citizenship of heaven. നാം ശത്രുക്കളും ദോഷികളുമായിരുന്നു. We were hostiles and we were enemies. എന്നാൽ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം ശത്രുക്കളായിരുന്നു നമ്മെ സ്വന്തമാക്കി തീർത്ത ദൈവത്തിന്റെ മഹാകരുണയെ ഓർത്ത് സന്തോഷത്തോടെ നമ്മൾ സ്തോത്രം ചെയ്യണം. But the great mercy of the Lord took us who were enemies and hostile into citizens of heaven. Amen. എനിക്ക് പൗരത്വം നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു. I thank God for my citizenship of heaven. ഞാൻ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? സ്തോത്രം. What am I eagerly awaiting for? അവിടെ നിന്ന് എൻ്റെ കർത്താവായ രക്ഷിതാവായി മടങ്ങി വരുമെന്ന് ഞാൻ കാത്തിരിക്കുന്നു. I'm awaiting the return of my Savior, the Lord Jesus Christ. ആ സേവ്യർ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഒരിക്കൽ കൈ ഉയർത്തി സ്തോത്രം ചെയ്ത് ഞാൻ കർത്താവിന്റെ രക്ഷകനായി സ്വീകരിച്ചെന്നുള്ള വാക്കല്ല.
അല്ല. That word Savior is not just us lifting up our hand and accepting Him as the Lord and Savior of our life. ഇന്നും രക്ഷ പറയേണ്ട, ഇന്നും രക്ഷ പ്രാപിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. There are many areas in our life where we continuously need a Savior in our life. അവൻ പൂർണ്ണമായ രക്ഷ പ്രാപിക്കേണ്ടതിനായി രക്ഷിതാവായി അവൻ വേഗം വരുന്നതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank God as a Savior, He will bring me into complete salvation. നാം എന്തിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ്? സ്തോത്രം. What am I eagerly awaiting for? ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് ഞാൻ അവനെ കാത്തിരിക്കുന്നു. I'm eagerly expecting Him to come as the Savior in the skies for me. 2 പത്രോസിന്റെ 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ വേഗത്തിൽ വായിച്ചാൽ 2 Peter chapter 3 verse number 13. 2 Peter chapter 3 verse 13. Yeah. നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി നാം കാത്തിരിക്കുന്നു. But according to His promise, we are waiting for new heavens and a new earth in which righteousness dwells. വല്ല നീതിയുണ്ടോ ഈ രാജ്യത്ത്? Is there any righteousness in this land? ഏതെങ്കിലും രാജ്യത്ത് നീതിയുണ്ടോ? Is there pure righteousness in any land? എവിടെ ചെന്നാലും അനീതിയേ ഉള്ളൂ. സ്തോത്രം. Anywhere you go, you will find എന്നാൽ unrighteousness. ഞാൻ ഒരു കാര്യം പറയാം, നീതി വസിക്കുന്ന ഒരു പുതിയ ആകാശം പുതിയ ഭൂമി നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. But we ഹല്ലേലൂയ. are eagerly expecting a new heavens and a new earth where true righteousness നാം dwells. അതിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ്. സ്തോത്രം. And we are longing for it. We are eagerly expecting it. ആമേൻ. നീതി വസിക്കുന്ന ഒരു ആകാശത്തിന് വേണ്ടി, നീതി വസിക്കുന്ന ഒരു പുതിയ ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അവൻ എന്നെ വ്യത്യാസപ്പെടുത്തും. ഈ മൺമയമായ ശരീരത്തിൽ എനിക്ക് അവിടെ വസിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. In this earthly dwelling, I cannot live in that pure righteous place. ആമേൻ. ഈ ജഡരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയുകയില്ല. സ്തോത്രം. Flesh cannot take inheritance in the kingdom of God. നിങ്ങൾ ശ്രദ്ധിക്കണേ, എന്തിനാ ദൈവം നമുക്ക് മരണം തന്നിരിക്കുന്നേ? Do you know why God has given us death? നാം മരണത്തെ ഭയപ്പെടുന്നവർ ഒരു പക്ഷെങ്കിൽ, Even though in some ways we fear death, ഞാൻ പറയാം, ഈ മരണം കൊണ്ട് ഈ ശരീരത്തിന് ഒരു വ്യത്യാസം വരുത്തി ഒരു സ്വർഗീയമായ ശരീരം നമുക്ക് വേണ്ടി ഒരുക്കാനാണ് മരണം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. God has given us a death to transform this Yes. earthly body into a Amen. glorious body. നാം മരണം വിട്ട് ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ. We go from death and into life. നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും പാർക്കണമെങ്കിൽ ഒരു സ്വർഗീയമായ ശരീരം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുകയാണ്. In order to live in that new heaven and new earth that is filled with righteousness, God gives us a new body to അതുകൊണ്ട് dwell. അപ്പോസ്തലനായ പത്രോസ്, നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുള്ളവരായിരിക്കണം. സ്തോത്രം. So this is why the Apostle Paul says how much we should live in holiness and നീതി in വസിക്കുന്ന പുതിയ purity. ആകാശവും പുതിയ ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പറഞ്ഞു, നിങ്ങളുടെ ക്വാളിറ്റി, നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുള്ളവരായിരിക്കണം. To live in that new heaven and new earth, we must live our life in righteousness. 1 Thessalonians chapter 1 verse number 9 വായിച്ചാൽ വേഗം വായിക്കാം. 1 Thessalonians 1-ാം അധ്യായത്തിൽ 9-ാം വാക്യം. 1 Thessalonians chapter 1 verses 9. Amen. ആരും എന്തോ എടുക്കാതെ? യെസ്, ആ വാക്യം ശ്രദ്ധിച്ചേ. ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും, പിന്നെ അടുത്ത വാക്യം, വരുവാൻ യെസ്, മതി. ആ വാക്യം ശ്രദ്ധിക്കുക. ഒരു കോപം വരാൻ പോവാ. There's a coming wrath. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ നമ്മുടെ യേശു കർത്താവ് രാജാവ് വരാൻ പോകുകയാണ്. Jesus is coming to save us from the wrath to come. Amen. എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി വേദന ഉണ്ടാക്കിയ ഒരു സംഭവമുണ്ട് കഴിഞ്ഞ ദിവസം. This past day there was something that caused great pain in my heart. എനിക്ക് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. And after I heard this, I could not sit still in that one ആ place. കാഴ്ച വർണ്ണന ഇങ്ങനെയായിരുന്നു. ഒരു വർണ്ണന ഞാൻ ഇങ്ങനെ കണ്ടത് ഒരു നരകത്തെ കുറിച്ചുള്ള വർണ്ണനയാണ്. സ്തോത്രം. It was a picture of hell. ആ വർണ്ണന എന്ന് പറയുന്നത് തീ കൊണ്ടുള്ള തടാകം, ലേക്ക് ഓഫ് ഫയർ. It was a lake of fire. അമേ സ്തോത്രം. ഈ ലോക ജീവിത യാത്രയിൽ പാപത്തിൽ ജീവിച്ച, അകൃത്യത്തിൽ ജീവിച്ച മുഴു ജനവും ചെന്നെത്തുന്നത്, അല്ലെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും എവിടെയായിരുന്നേ? Everybody who lives their life as a rebel against God and who lives their life in sin, they are ഞാൻ thrown into the lake of fire. കാഴ്ച ഇങ്ങനെ ഒരു വർണ്ണത്തിൽ ഞാൻ കാണുകയാണ്. And I was seeing it as a picture before me. ദൈവമക്കളെ ശ്രദ്ധിക്കണമേ,
ആ വരുവാനുള്ള കോപത്തിൽ നമ്മെ രക്ഷിച്ച ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. How many of us are thankful that God saved us from that wrath that is to come? ഞാൻ ആ വാക്യം ഞാൻ കഴിഞ്ഞ ദിവസം പലരോട് ഞാൻ പറഞ്ഞു, അവിടുത്തെ തീ ഒരിക്കലും കെടുന്നില്ല, അവിടുത്തെ പുഴു ഒരിക്കലും ചത്തുപോകുന്നില്ല. The fire never quenches and the worm never dies. ആമേൻ. വലിയൊരു കൂട്ടം ജനം ആ അഗ്നികുണ്ഡത്തിലേക്ക് വീഴുകയാണ്. And a great multitude of people are being poured into this lake of fire. മരിക്കണമെന്ന് ആഗ്രഹം, മരിക്കാൻ പറ്റുന്നില്ല. And even though they desire to die, they are not dying. അവർ അഗ്നി തടാകത്തിൽ കിടക്കുകയാണ്. സ്തോത്രം. And even if they desire to be extinguished, they are not extinguished. ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, നമ്മെ സ്വർഗ്ഗസ്ഥലത്തിൽ ഇരുത്തിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ഹല്ലേലൂയ. And how many of us can be thankful that God ഹല്ലേലൂയ saved us from that wrath? ഞാൻ ഒന്നുകൂടെ ആ വാക്യത്തിൽ പറയാം, ഈ മഹാകോപത്തിൽ നമ്മെ വിടുവിച്ച് ആമേൻ തന്റെ സ്നേഹസ്വരൂപനെ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച് നമ്മെ സ്വർഗ്ഗത്തിൽ ഇരുത്തിയിരിക്കുന്ന ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. How many of us are thankful that we have been saved from that great wrath? Amen. And we have been seated in the heavenly places with Christ. വരുവാൻ ഒരു മഹാകോപ ദിവസം വരാൻ പോവുകയാണ്, എന്നാൽ അത് നമ്മെ വിടുവിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. My dear brother, and there is a coming day of wrath, but we have been saved from that day of wrath. Amen. Amen. യെശയ്യാ 25-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, വേഗത്തിൽ വായിക്കാം. യെശയ്യാ 28-ാം അധ്യായത്തിന്റെ 25 chapter 25, Isaiah chapter 25 verse number 8. Isaiah 25 verse 8. ആ വാക്യത്തിൽ അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും. Amen. അടുത്ത വാക്യം, അടുത്ത വചനം. അവനെ അത്രേ നാം കാത്തിരിക്കുന്നത്. Behold, വാക്യം ശ്രദ്ധിച്ചോ, അവൻ നമ്മെ രക്ഷിക്കും. അവനെ അത്രേ നാം എന്ത് ചെയ്യുന്നത്? അമ്മ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഈ ഭൂമിയിൽ എന്തുണ്ട്? what do we have in this world? കണ്ണുനീരുണ്ടല്ലേ? There's tears. ഉണ്ടോ ഇല്ലയോ? Is there or is there not? കരയാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? Is there anybody here who has never shed a tear? ഏതെല്ലാം വിഷയങ്ങൾ കരയുന്നവരാ നിങ്ങൾ? സ്തോത്രം. How many of us are crying over many different things? ഒരു ദിവസം വരാൻ പോവുക, there's a day that is coming. എൻ്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരുവനുണ്ട്. There will be a day where he wipes away every tear from our ആ eyes. ലോകം തുടയ്ക്കുന്ന കണ്ണുനീരല്ല. സ്തോത്രം. Not tears over worldly matters, ആർക്കും തുടയ്ക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്. സ്തോത്രം. but tears that nobody else can wipe away. എന്നാൽ അവന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കുന്ന ഒരു ദിവസമുണ്ട്. But there's a day where he'll wipe away every tear from our eyes. നമ്മുടെ പ്രിയ പോൾ ബ്രദർ പറഞ്ഞപ്പം ആമേൻ തന്റെ പ്രിയപ്പെട്ട പരലോകത്ത് നിന്ന് മാറ്റപ്പെട്ട കാര്യം പറഞ്ഞല്ലോ. We heard from Brother Paul about his brother who he lost his brother. ആമേൻ. ഒരുപാട് പേരുടെ ആമേൻ മരണത്തെക്കുറിച്ച് നമുക്കറിയാം. എൻ്റെ ഭവനത്തിൽ എൻ്റെ പിതാവ് മരിച്ചു, എൻ്റെ സഹോദരന്മാരും മരിച്ചു, നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും മരണപ്പെട്ടവരാണ്. Many of our dear ones, even people in my own family, have been passed away. എന്നാൽ നമുക്കുള്ള പ്രത്യേകത എന്നറിയോ? മരണത്തെ സദാകാലത്തേക്ക് ഉന്മായിച്ചു കളയും. ഹല്ലേലൂയ. But our great hope is that he will extinguish death forever. അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. That he will remove death forever. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കും. That the Lord will wipe away every tear from all of our faces. ഇന്ന് നിന്ദിക്കപ്പെട്ടവരായി അപമാനിക്കപ്പെട്ടവരായി ലോകത്തിന് മുമ്പിൽ നിങ്ങൾ ഒന്നുമില്ലെങ്കിലും നമ്മുടെ നിന്ന തുടയ്ക്കുന്ന ഒരു ദിവസം, മാറ്റുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. And those who are facing reproach and shame, there will be a day where God will remove the reproach of his people. ഇതാരാ പറഞ്ഞത്? Who is saying this? കോശിവൈദ്യൻ സാറല്ല. This is not Pastor Koshi Vaidyan. This is not Pastor Kurian Samuel. Pastor Jacob അല്ല. It's not Pastor Jacob. ഞാനല്ല പറഞ്ഞത്. It's not me who is saying ഇതാരാ it. പറഞ്ഞത്? നിങ്ങൾ ശ്രദ്ധിക്കേ, യഹോവയായ ദൈവം അരുളിച്ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. It is the Lord who is saying all of these things. അവൻ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദിവസം വരുന്നു. That there is a coming day where he will wipe away every tear. ആ ജനം പറയുന്നു, അവനെയല്ലയോ ഞങ്ങൾ കാത്തിരുന്നത്, ഞങ്ങൾ അവനെയല്ലയോ കാത്തിരുന്നത്. And the people are saying, is he not the one that we are waiting for? നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്നവനെ നാം കാത്തിരിക്കുന്നവരാണ്. We are ones who are waiting for him who will wipe away our tears. മാറ്റിക്കളയുന്നവനെ നാം കാത്തിരിക്കുന്നവരാണ്. സ്തോത്രം. We are waiting for a day that he will wipe away our reproach. നമ്മുടെ നിന്ദകളെ ഉരുട്ടി മാറ്റുന്ന ദൈവത്തെ നാം കാത്തിരിക്കുകയാണ്. സ്തോത്രം. We are waiting for the day where he will roll away our reproach forever. അന്നാളിൽ പറയുന്ന ഒരു പാട്ടുണ്ട്, നാം പാടുന്ന ഒരു പാട്ടുണ്ട്, ഇതാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ എന്ന് പറഞ്ഞു, ഇതാ നമ്മുടെ ദൈവം. There's a song that we sing, this is our God. ആമേൻ. ഇതാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? He is very near. And what does that mean? That he is very near. ആമേൻ. Amen. സ്റ്റാൻലിന്റെ അടുത്ത് നിൽക്കുമ്പം ഞാൻ ദൂരെ നിന്ന് പറയില്ല, സ്റ്റാൻലി, ഇതാ സ്റ്റാൻലി.
Even if I'm afar off, I can say to about a person near me, Amen. this is Stanley. He is very near to me. He's very near to me. അല്ലേ? Amen. വൈദ്യസാർ കുറേ നാൾ ഫിലദൽഫിയയിലായിരുന്നു. ഇനി എനിക്ക് പറയാൻ പറ്റിയ ഫിലദൽഫിയയിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. Pastor Koshi Vaidyan was in Philadelphia for many years, but now that he's here in Dallas, I can say he is Amen. He near. is very near. He is very near. He is very near. He's very near. ഇതാ അവൻ നമ്മുടെ ദൈവം. ആമേൻ. Behold, this is our God. നമ്മുടെ കണ്ണുകൊണ്ട് അവനെ കാണും. We will see him with our eyes. അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കും. And he will wipe away every tear from our eyes. അവനെ നിന്ന മാറ്റിക്കളയും. And he will roll away all of our reproach. അവനെയല്ലയോ നാം കാത്തിരിക്കുന്നത്. Is he not the one that we are waiting for? ഇന്ന് രാവിലെ പ്രത്യാശ ഉണ്ടെങ്കിൽ അവനെയല്ലയോ ഞാൻ കാത്തിരിക്കുന്നത്. സ്തോത്രം. Do we have that great hope in our hearts? We are നമ്മുടെ waiting for him. പ്രത്യാശയും വൈറ്റ് ഹൗസിലോ സോഷ്യൽ സെക്യൂരിറ്റിയിലോ ഒന്നും അല്ല കേട്ടോ. Our ഹല്ലേലൂയ. great hope is not in the White House or in No. Social Security. ആമേൻ. ഒരിക്കലും അല്ല. സ്തോത്രം. Our hope is not in any of those things. എന്നാൽ നമ്മുടെ പ്രത്യാശ അവനിലാണ്. But our ഹല്ലേലൂയ. hope is in him. അവനല്ലയോ ഞാൻ കാത്തിരിക്കുന്നത്. Is സ്തോത്രം. he not the one that I am waiting for? അവനിലല്ലോ എന്റെ പ്രത്യാശ മുഴുവനും. സ്തോത്രം. And I have placed all of my hope in him. ആമേൻ. Amen. എങ്ങനെയുണ്ട്? How is it? ദൈവമക്കളെ, അവൻ വാതിക്കൽ വന്നിരിക്കുകയാണ്. സ്തോത്രം. Dear children of God, he is at the door. കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിച്ചൊരു കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. Jesus gathered his disciples together and he said like this. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വാക്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അവിടെ വായിക്കുന്ന കാര്യമാണ് 12-ാം അധ്യായത്തിന് 35-40 വാക്യങ്ങൾ. 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അവിടെ വായിക്കുന്നൊരു പദം, നിങ്ങൾ കാത്തിരിക്കുന്നവരെങ്കിൽ എങ്ങനെയുള്ളവരായിരിക്കണം. വായിച്ചു. ആമേൻ. ആ വാക്ക് ശ്രദ്ധിച്ചേ. Pay attention to those words. മണിക്കൂറിൽ പ്രസംഗിക്കേണ്ട വിഷയങ്ങളാണ്. These are things that you should preach for hours. ആമേൻ. നിങ്ങൾ എങ്ങനെ കാത്തിരിക്കണം? How should you stand? ഒന്ന് പറഞ്ഞേ. അരകെട്ടിയും Girded up loin. റെഡ്നെസ്. പിന്നെന്തുവാ? യെസ്. മതി. നിങ്ങളുടെ അരകെട്ടിയും അടുത്ത വാക്ക് വിടല്ലേ. അടുത്ത വാക്യം പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ വിളക്ക് With girded loins and your lamps burning. ഞാൻ വളരെ സൗമ്യമായും സൗമ്യതയോട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വിളക്കുകൾ കത്തുന്നുണ്ടോ? Let me ask you very quietly, is your lamp still burning? അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച ഇവിടെ തുടങ്ങിയിട്ട് വർഷങ്ങളായി. It's been many years since this church has been founded. ഞാൻ ചോദിക്കട്ടെ, ആരാധന നടുവിൽ നിനക്ക് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? During the time of worship, was your heart filled with joy and were you able to praise God? ഞാൻ വെറുതെ പറയുന്നത്, കഴിഞ്ഞ രാത്രി 2:30 പരിശുദ്ധാത്മാവിനെ ഉണർത്തി. 2:30. Last night at 2 a.m. the Holy Spirit woke me up. പുറകിരിക്കുന്ന ജനം മുതൽ ഇവരെയുള്ള ജനത്തെ ഞാൻ നോക്കി. ഹല്ലേലൂയ. And I was looking at the people of God from the back to the front. രാവിലെ പറഞ്ഞ യഹോവയുടെ സന്തോഷം നിനക്ക് ബലമായില്ലെങ്കിൽ, It's the joy of the Lord. It's the joy of the Lord your strength. യഹോവയുടെ ബലം നിനക്ക് സന്തോഷം നിനക്ക് ബലമല്ലെങ്കിൽ, ഹല്ലേലൂയ. If the joy of the Lord is not your strength. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, യഹോവയുടെ സന്തോഷം നിനക്ക് ബലമല്ലെങ്കിൽ, If the joy of the Lord is not your strength, മറ്റേ ബലമെല്ലാം തീരും. every other strength will falter. ഇന്ന് രാവിലെ ഒരിക്കൽ കൂടെ പറയാം, Let me say it one more. ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, If you are not able to be joyful in the Lord, ആമേൻ, നിന്റെ വിളക്ക് കത്തുന്നില്ലെങ്കിൽ, if your lamp is not burning, ഒരിക്കൽ ശബ്ദം കേൾക്കാൻ പോവാ. one day you will hear a voice. എന്താ കേൾക്കാൻ പോകുന്നത്? ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. I never knew you. ആമേൻ. Amen. ഞാൻ നിങ്ങൾ ഒരു നാളും ബാക്കി വിടുന്നുണ്ട്. അവിടെ എന്തുണ്ടാവും? കരച്ചിലും പല്ലുകടി ഉണ്ടാവും. ഇന്ന് രാവിലെ വിളക്കിൽ നിന്ന് ശോധന ചെയ്യാൻ കഴിയുമോ? Can we discern ourselves? ആമേൻ. വിളക്കിനെ ശോധന ചെയ്യാം. Can we examine our lamps? കർത്താവ് പറയുന്നു, നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ. അടുത്ത വാക്യത്തിൽ വായിക്കുന്ന, യജമാനൻ എന്ത് ചെയ്തു? കല്യാണത്തിന് പോയി മടങ്ങി വരാൻ അല്പം താമസിക്കുന്നു അല്ലേ? The master goes to the wedding feast and he delays in his return. പക്ഷെങ്കിൽ അല്പം താമസിക്കുമ്പോൾ വിളക്ക് ഊതി കിടത്താനല്ല ഇവിടെ പറഞ്ഞത്. ആ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. ഡാളസിൽ ദൈവമക്കളോട് പറയട്ടെ, വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. Let me tell the believers of AG Dallas, your lamp must be burning. ഏത് സമയത്തും മണവാളൻ വരും. At any time the master will come. ഹല്ലേലൂയ. Amen. ആമേൻ. Amen. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. Let me say it another way. ഇറാനി യുദ്ധം നടന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇസ്രായേലും ഇറാനുമായിട്ട് യുദ്ധം നടന്നുകൊണ്ട് മാത്രം ഒരുങ്ങാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്.
Christ has not called us to be ready only when the battle between Israel and യുദ്ധം Iran ഇന്നോ starts. നാളെ തീർന്നെന്ന് വരാം. And there will be a war today and maybe യുദ്ധം a war കേൾക്കുമ്പോൾ അയ്യോ tomorrow. യുദ്ധമുണ്ടല്ലോ കർത്താവ് വരുന്നുള്ള ആ ഒരു ചിന്തയിൽ നമുക്ക് ആവശ്യം. It is not a mindset to get ready every time a ഒന്നും war happens. സംഭവിക്കാതെ ശാന്തമായിരിക്കുന്ന അനുഭവത്തിലാണ് കള്ളൻ വരുന്നത് അല്ലേ? The thief comes at a time where it's nice and quiet and calm. ഞാൻ ഇന്ന് രാവിലെ യുദ്ധമൊക്കെ ഉണ്ടെങ്കിൽ ഈ ബഹളമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. Whenever we hear all of these wars and all of this ഒരു പദം noise, ശ്രദ്ധിക്കണം, ആത്മീയ മർമ്മം മനസ്സിലും എല്ലാവരും മയക്കം പിടിച്ച് ഉറക്കായി എന്ന് പറഞ്ഞ് യുദ്ധമെല്ലാം അവസാനിച്ചു, ശാന്തമായി ഉറങ്ങുന്ന സമയമാ. at a time when everybody is asleep, when everything has calmed and cooled down, അന്നേരമാ കള്ളം വരുന്നേ. that is when the thief എല്ലാം comes. ശാന്തമായി പോകുമ്പോഴാണ് കള്ളം വരുന്നത്. സ്തോത്രം. Christ will come whenever everything has പുറത്ത് calmed ശബ്ദം down. കേട്ടാൽ നിനക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. When you hear this great noise, you will not be able to sleep. എല്ലാം ശാന്തമായിരിക്കുമ്പോൾ, When everything is calmed down, എല്ലാവരും നല്ല ഉറക്കം പിടിച്ചിരിക്കുമ്പോൾ, when everybody is nice and ഇതാ asleep, ഒരു ശബ്ദം കേൾക്കുന്നു, all of a sudden you hear a ഇതാ voice. മണവാളൻ വരുന്നു. The സ്തോത്രം. master is coming. ആമേൻ. Amen. ആമേൻ. Hallelujah. ഇന്ന് രാവിലെ സമയത്ത് ഏത് സമയത്തും മണവാളന്റെ ശബ്ദം നാം കേൾക്കാൻ സാധ്യതയുണ്ട്. At any time we will hear the voice of the bridegroom. എന്നാൽ ഈ രാവിലെ വിളക്ക് കത്തിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. But I thank God for those who will keep their lamp continually lit. ചില വിളക്ക് മാറ്റി വെച്ചിരിക്കുക. Some people have pushed their lamps completely aside. എത്രയോ നാളായി വിളക്കെടുത്തിട്ട്. How many times has it been since you took the lamp in your hand? ഇന്ന് രാവിലെ ഒന്ന് ശോധന ചെയ്യാൻ കഴിയുമോ? Can we examine ourselves this morning? ഈ മൈക്കിന് സൗണ്ട് ഇല്ലെങ്കിൽ ഇതുകൊണ്ട് പറയുന്നുണ്ടോ? If this mic does not have any sound, is there any good or value in ഈ it? മൈക്കിന്റെ അകത്തൊരു കറണ്ട് വ്യാപരിക്കുന്നോണ്ടല്ലേ ഇതിന്റെ ശബ്ദം കേൾക്കുന്നത്. There's a current that is going through this microphone, which is why you hear my voice. What if this is not alive? This will just become something in the way. ശ്രദ്ധിക്കുന്നുണ്ടോ? Are you paying attention to ഇതൊരു this? പവർ കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത്. You are hearing my voice because this is connected to power. ഇത് ഡെഡ് മൈക്ക് ആണെങ്കിലോ? If this is a dead mic, ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, നിങ്ങൾ മരിച്ചവരായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. let me tell you this morning, God does not desire for you to വളരെ be dead. ആഗ്രഹത്തോടെ വളരെ തീക്ഷ്ണതയോടെ കഴിഞ്ഞ രാത്രി പ്രാർത്ഥിച്ച ഇതിനകത്ത് വരുന്ന ഒറ്റ ഒരുതൻ പോലും കൈവിടപ്പെടില്ല. ഹല്ലേലൂയ. My great desire, my prayer from last night was that not a single person in this place should be lost. ഞാൻ ഇന്ന് രാത്രി കഴിഞ്ഞ രാത്രി ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, And this is what I was ഈ praying in the presence വാതിനകത്ത് of വരുന്ന God. ഒരുത്തൻ പോലും കൈവിടപ്പെടുവാനിടയാകില്ല. That not one person in this place should be lost. നിങ്ങൾ വന്നേച്ച് പോകാൻ വന്നവരല്ല. ഹല്ലേലൂയ. That we should not be people who just come and കർത്താവിന്റെ വരവിന് ഒരുക്കപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. but we must be people who ready ourselves for the second coming of the Lord. ഉദാരബാലബശംദരാദിയ. Hallelujah. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ. ഒന്ന് ഈ സഭയ്ക്ക് വേണ്ടിയാണ്. സ്തോത്രം. There's a prayer that I always pray, and number ഒത്തിരി one is ചെറുപ്പക്കാരൊക്കെ this വന്നേച്ച് church. ഇറങ്ങി അങ്ങ് പോകുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ എനിക്ക് അതിനെക്കുറിച്ച് ഭാരമുണ്ട്. അങ്ങനെ ആകാതെ കർത്താവ് ഇതിന്റെ വരവെങ്കിൽ ഞാൻ കാണപ്പെടണം. ഹല്ലേലൂയ. Lord, I want to be seen in your second coming. ആമേൻ. Amen. ചില ആഴ്ച മുമ്പ് ഞാൻ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുന്നു, നിലയ്ക്കാത്തൊരു നിലവിളി ഉയരാൻ പോകുകയാണ്. Some weeks I reminded you that there's a cry that will arise. നിലയ്ക്കാത്തൊരു നിലവിളി ഉയരും. സ്തോത്രം. Amen. എന്നാൽ നമ്മുടെ തലമുറകളെ കുറിച്ച് കരയാനിടയാകാതെ വണ്ണം ഇതാ ഞാനും എൻ്റെ കുടുംബവും എന്ന് പറഞ്ഞുകൊണ്ട്. ഹല്ലേലൂയ. But instead of crying on that day, can we surrender ourselves and hear and say, Lord, here am I. നോഹ തന്റെ കുടുംബത്തിനായി ഒരു പെട്ടകം തീർത്തു. ഹല്ലേലൂയ. Noah gathered his family into the ark, ആ പെട്ടകത്തിനകത്ത് സർവ്വ കുടുംബമുണ്ട്. അവന്റെ കുടുംബം മുഴുവൻ and ഉണ്ടായിരുന്നു. his entire family was in ഇന്ന് that രാവിലെ ark. ഒന്ന് എഴുന്നേക്കാമോ ദൈവസന്നിധിയിൽ? Can we stand in the presence of God? കർത്താവേ, അല്പം കൂടെ ഒരുങ്ങാൻ, Lord, to ready ourselves, അല്പം കൂടെ ഒരുങ്ങാൻ എന്നെ സഹായിക്കണമേ. to ready ourselves even more. ഇന്നലെ വന്നില്ലല്ലോ, Lord, I did not come yesterday. ഒരു ദിവസം കൂടെ നീ എനിക്ക് തന്നല്ലോ. ഹല്ലേലൂയ. Lord, you gave me another day, ഇന്ന് രാവിലെ കേട്ടതുപോലെ നമുക്ക് ഒന്നുകൂടെ ഒരുക്കാൻ just as we heard this morning, so that we may ready നമ്മുടെ ourselves. അന്തരാത്മാവിൽ ചൈതന്യമേറ്റുണ്ട്. ഹല്ലേലൂയ. So our inner man should be girded up. ഒന്നുകിൽ ഒരു മരണവും അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് സംഭവിക്കും. Maybe we may have to face death, or we will have to face the coming of the അവന്റെ Lord. വരവിൽ മുന്നണിയായി നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. But let us be ready ourselves for his second എത്ര coming. വേൽപ്പിച്ചു കർത്താവേ എന്നെ അതിനായി സഹായിക്കുമെന്ന്. How many of us will submit ourselves വിശുദ്ധ for കരങ്ങൾ that? ഉയർത്തി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് We lift പ്രാർത്ഥിക്കാം. up our holy hands and pray. നമ്മുടെ വിളക്കിനെ ഒന്ന് പരിശോധിക്കാമോ? Let's examine our lamps. നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാമോ? Can we examine our holy living? കർത്താവ് അങ്ങനെയാ പറയുന്നത് തന്നെ അങ്ങനെയാണ്. നിങ്ങൾ ഉപജീവന ചിന്തകളാൽ നിങ്ങൾ ഭാരപ്പെടും. Jesus says that you are bothered about many things. എന്നാൽ ആ ദിവസം കണി പോലെ വരാതിരിക്കേണ്ടതിനായി
but so that day may not come upon you as a thief. ആമേൻ. മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് So that we may be ready to stand before the Son of Man. നിങ്ങൾ സദാകാലവും ഉണർന്നും പ്രാർത്ഥിക്കുകയും At all times you must be awake, watchful, and praying. ഞായറാഴ്ച അടുത്തൊരു ഞായറാഴ്ച നമുക്ക് ഉണ്ടാവും, നമുക്ക് അറിഞ്ഞുകൂടാ. We don't know if we will have next Sunday. ഒരു പക്ഷേ ഇന്ന് രാത്രി പൽക്കാലം കേൾക്കുന്ന മെസ്സേജ് അവസാനത്തെ മെസ്സേജ് ആണെങ്കിൽ And this may be the last message that you hear. കർത്താവേ എന്നെ അതിനായി സമർപ്പിക്കുന്നുവെന്ന് Can we say, Lord, I submit myself before എത്ര പേര് that? ദൈവത്തോട് പ്രാർത്ഥിക്കും? How many of us will pray? ഉദാസീനതയെ വിട നാം നാശത്തിലേക്ക് പിന്മാറുന്ന കൂട്ടത്തിലല്ല, We are not those who shrink back into destruction. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ്. We are people who believe and who gain life. നമുക്ക് ചേർന്ന് പാടി ഒരു പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കുന്ന ശേഷം കൊച്ചു വൈദ്യ സാർ മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. നമുക്ക് ചേർന്ന് പാടി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ദൈവം തൻ വിശുദ്ധന്മാരിൽ കണ്ണുനീരല്ല നിത്യജീവനെന്ന വിശ്വാസത്തോടെ പാടാമല്ലോ. ഓ ദൈവം തൻ വിശുദ്ധന്മാരിൽ കണ്ണുനീരല്ല ഓ യേശുവാരും പൊന്നേശുവാരും ഹല്ലേലൂയ വരവിനായി തൻ വചനം നീ ഒരുങ്ങിടുന്നു. ആമേൻ. ഓ വരവിനായി തൻ വചനം നീ ഒരുങ്ങിടുന്നു. ഇവിടെ കയറി വരുവിനെന്ന ദൈവശബ്ദം അതിനു വേണ്ടി നീ ഒരുങ്ങിടുന്നു. ഓ ഇവിടെ കയറി വരുവിനെന്ന ദൈവശബ്ദം അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നു. ഓ യേശുവാരും പൊന്നേശുവാരും വരവിനായി തൻ വചനമോ നീ ഒരുങ്ങിടുന്നു. വരവിനായി തൻ വചനമോ നീ ഒരുങ്ങിടുന്നു. ഓ നീക്കും ലോകവാഴ്ച യേശു ഓ സ്ഥാപിക്കും സ്വർഗീയ വാഴ്ച തൻ വിശുദ്ധ ഓ നീക്കും ലോകവാഴ്ച യേശു രാജരാജനായി ആമേൻ. സ്ഥാപിക്കും സ്വർഗീയ വാഴ്ച തൻ വിശുദ്ധ ഓ യേശുവാരും പൊന്നേശുവാരും ഹല്ലേലൂയ വരവിനായി തൻ വചനമോ നീ ഒരുങ്ങിടുന്നു. വരവിനായി തൻ വചനമോ നീ ഒരുങ്ങിടുന്നു. ഓ ദൈവമാരും പൊന്നേശുവാരും ആമേൻ. ഓ വരവിനായി തൻ വചനമോ നീ ഒരുങ്ങിടുന്നു. ഓ വരവിനായി തൻ വചനമോ നീ ഒരുങ്ങിടുന്നു. ഓ വിശ്വാസത്തോടെ കർത്താവിന്റെ ദാസൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഞങ്ങളതിനായി എന്നെ തന്നെ സമർപ്പിക്കുന്നെന്ന് ഒരു വാക്കിലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചേ നിങ്ങൾ പോകാവൂ. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മുടെ ജീവനുള്ള പ്രത്യാശ, യെസ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ, ആമേൻ. അതിനായി ഒരുങ്ങാനുള്ള ആഹ്വാനമാണ് ദൈവം തന്നെ. താങ്ക് യു ലോർഡ്. അതിന് ഏറ്റവും വലിയ ആവശ്യം എന്താണ്? യെസ് വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ കൽപ്പന എന്താണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം അറിയാം. എന്നാൽ ഇന്ന് പകൽ ഞാൻ ചോദിക്കുന്നു, ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ ആമേൻ. ഏറ്റവും വലിയ കൽപ്പന എന്താണ്? യെസ് ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ആമേൻ. Be filled with the Holy Spirit. പരിശുദ്ധാത്മാവിൽ നാം നിറയുന്നില്ലെങ്കിൽ യെസ് ദൈവവചനത്തിലെ മറ്റൊരു കൽപ്പനയും അനുസരിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം സ്വയമായി നമുക്ക് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാൻ കഴിയില്ല. We need the power of the Holy Spirit. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മുടെ കർത്താവ് വേഗം വരുന്നു എന്നുള്ളത് കൊണ്ട് യെസ് നമ്മുടെ ജീവിതത്തിന്റെ പാത്രത്തിൽ എണ്ണ നിറഞ്ഞ് കവിയണം. ആമേൻ. ആ നിറവിൽ ജീവിപ്പാൻ നമുക്ക് കഴിയണം. ഈ ആഹ്വാനമാണ് ഇന്ന് പകൽ നമുക്ക് ലഭിച്ചത്. ദൈവസന്നിധിയിൽ നമ്മെ പരിശോധിക്കാം. എന്റെ ദീപത്തിൽ എണ്ണയുണ്ടോ? എന്റെ പാത്രത്തിൽ എണ്ണയുണ്ടോ? പാത്രത്തിൽ എണ്ണ നിറച്ചവരായി കാത്തിരിപ്പാൻ കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഹല്ലേലൂയ. വിഗ്രഹങ്ങളെ വിട്ട ജീവനുള്ള ദൈവത്തെ സേവിപ്പാൻ യെസ് ഞങ്ങൾക്ക് ഭാഗ്യം തന്ന ദൈവമേ, ഹല്ലേലൂയ.
വരുവാനുള്ള ദൈവകോപത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്ന യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാൻ Yes, thank you, Lord. ഞങ്ങളുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ അവിടുത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി മാറ്റുന്ന ആ ദിവസത്തിനു വേണ്ടി കൊതിയോടെ കാത്തിരിപ്പാൻ അടിയങ്ങളെ ബലപ്പെടുത്തണമേ. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. വാക്കിലും നടപ്പിലും പ്രവൃത്തിയിലും സ്നേഹത്തിലും വിശ്വാസത്തിലും മാതൃകയുള്ളവരാ. Yes, thank you, Lord. പാപം കൂടാതെ കാത്തു നിൽപ്പാൻ, കറയും ചുളുക്കവും വട്ടവും മാലിന്യവും ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരു റേഡിയൻ ചർച്ചായി അങ്ങയുടെ സന്നിധിയിൽ നിൽപ്പാൻ അങ്ങയുടെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അതുവണ്ണം ഞങ്ങളെ പരിപാലിച്ച് ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ നിർത്താൻ കഴിവുള്ള ദൈവത്തെ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആ മഹത്വരമായ ദിവസത്തിനു വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. കാലം ഒരുക്കത്തോടെ ഞങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലിലായിരിക്കുന്ന പ്രിയാച്ചായന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരം നീട്ടി നിന്റെ ദാസനെ ബലപ്പെടുത്തണമേ. ICPF കടന്നു പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തൃക്കരത്തിൽ ഏൽപ്പിക്കുന്നു. അവരെ നീ ബലപ്പെടുത്തി സന്തോഷത്തോടെ ആത്മനിറവോടെ മടക്കി വരുത്തണമേ. ചട്നുകായിലേക്ക് കടന്നു പോയിരിക്കുന്ന നിന്റെ ദാസിയ ശുശ്രൂഷയിൽ ശക്തിയോടെ ഉപയോഗിച്ച് സമാധാനത്തോടെ മടക്കി വരുത്തണമേ. അങ്ങനെ ഞാൻ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരത്തിലേൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം അങ്ങയുടെ ആലോചന സഭയിലിരുന്ന് അങ്ങയുടെ ശബ്ദം കേട്ട് നിന്റെ ജനത്തോട് അറിയിച്ച നിന്റെ ദാസന്മാരെ പ്രത്യേകാൽ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ സമാധാനത്തോടെ ഈ പകൽക്കാലം അയക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ പൊന്നുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സന്തോഷത്തോടെ സ്തോത്രം ചെയ്താട്ടെ. പ്രത്യാശയോടെ സ്തോത്രം ചെയ്താട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സഹവാസവും കൂട്ടായ്മയും നാം എല്ലാവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഭൂലോകമെങ്ങും ചിതറി പാർക്കുന്ന സകല ദൈവജനത്തോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് വീണ്ടും കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. മാറാനാഥ, നമ്മുടെ കർത്താവ് വരുന്നു.